കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. സമീപത്തെ സർവീസ് റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. സംഭവത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ദേശീയപാത അതോറിറ്റി റീജിയൻ ഓഫീസർ അറിയിച്ചു. വൈകുന്നേരം 4 മണിയോടെയാണ് അപകടം. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സർവീസ് റോഡിലേക്ക് മണ്ണ് വീണതിനെ തുടർന്ന് ഇതുവഴി കടന്നു പോവുകയായിരുന്ന വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് മുകളിലേക്ക് മണ്ണും കോൺക്രീറ്റ് പാളികളും പതിക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. ഇറക്കിറങ്ങി വരുന്ന വഴിക്ക് അപ്പോഴും മേളിൽ നിന്ന് വണ്ടി വരുമ്പോൾ വിറവ് കയറുന്ന സൗണ്ട്, ഒപ്പടപടാ സൗണ്ട്, റോഡെല്ലാം കൂടെ ഇല്ല വിണ്ട് കയറുന്നു. അപ്പോഴത്തെ ഞാൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കി. പിള്ളേരെല്ലാം നിലവിളിയായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ച് വണ്ടിയുടെ എന്തോ പ്രശ്നമാണെന്ന്. സ്ലോ ചെയ്തപ്പോൾ എന്റെ വണ്ടി ഒരു വശം കൊണ്ടങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് ഇറങ്ങി ഓടി. കരാർ കമ്പനിക്കും ദേശീയപാത ഉദ്യോഗസ്ഥർക്കും നേരത്തെ തന്നെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന സ്ഥലം MLA. തുടക്കം മുതൽ തന്നെ നമ്മൾ കേരളത്തിൽ ഈ പൊതു ആവശ്യം വന്നതാണ്. ഇതിന്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഒരുപാടാവുമെന്ന് പറഞ്ഞുകൊണ്ട് NHAI കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഗവൺമെന്റും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അന്വേഷണം പ്രഖ്യാപിച്ച ദേശീയപാത അതോറിറ്റി ഉടൻ തന്നെ റോഡ് നിർമ്മിക്കുമെന്നും അറിയിച്ചു. Very sad this incident has occurred. Unfortunate. Getting it investigated पूरा in detail. Give us some time. हम लोग इसको investigate करके we'll get back to you on this thing. Yes, obviously we'll rebuild it. Obviously we'll not leave it as it is. We'll definitely take corrective measures and build a better one. അപകടത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. മന്ത്രി PM മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് KC വേണുഗോപാൽ MP. ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ്. നമുക്ക് ദേശീയപാത നിർമ്മാണത്തിന് എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ്. റോഡ് പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ രാത്രിയോടെ ആരംഭിച്ചു. അപകടം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അപകടത്തിന്റെ കാരണം എന്തെന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിക്കോ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ദേശീയപാത നിർമ്മാണം ഇത്തരത്തിൽ വീഴ്ചകളുടെ പരമ്പരയായി മാറുകയാണോ എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. കൊല്ലം മൈലക്കാട് നിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.